ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ ഇഷ്ടപരമ്പരയുടെ ഇന്നത്തെ പുതുപുത്തൻ വിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ഇന്ന് നല്ലൊരു ദിവസമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് വിശേഷങ്ങളിലേക്ക് കടക്കാട്ടോ. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ആരും മിസ് ചെയ്യരുതേ. നമ്മളെല്ലാവരും കാത്തിരുന്ന എപ്പിസോഡ് തന്നെയാണ് കേട്ടോ ഇന്നത്തെ. അങ്ങനെ നമ്മുടെ ഗംഗ തൻ്റെ ജീവിതം എന്നേക്കുമായിട്ട് അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. കത്തിപ്പാറയിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങുക. അപ്പം മുന്നോട്ടായിരുന്ന ഗംഗയുടെ കയ്യിലേക്ക് ഒരാൾ വന്ന് പിടിച്ച് പിന്നിലേക്ക് തള്ളിയിടുകയാണ്. അപ്പോൾ ഗംഗ കണ്ണു തുറന്ന് നോക്കുമ്പോൾ താൻ ഇപ്പോൾ കിടക്കുന്നത് തൻ്റെ പ്രിയപ്പെട്ടവൻ്റെ കൈകളിലാണ്. വിനീതാണ് കേട്ടോ ആ രക്ഷകൻ. വിനീത് ഒരു ഹീറോയിനെ പോലെ വന്ന് നമ്മുടെ ഗംഗയെ രക്ഷപ്പെടുത്തുകയാണ് കേട്ടോ. അപ്പം വിനീതിനെ കാണുമ്പം ഗംഗയാണെങ്കിൽ സങ്കടമോ സന്തോഷമോ എല്ലാം കൂടി അങ്ങ് പൊട്ടിക്കരയാണ് കേട്ടോ. എന്തിനാ കരയുന്നത്? ഒരു മരണത്തിനും തന്നെ ഞാൻ വിട്ടുകൊടുക്കില്ല. അത്രയേറെ ഞാൻ ആഗ്രഹിച്ചതാ തന്നോടൊപ്പം ഒരു ജീവിതം. എന്നേക്കുമായിട്ട് അവസാനിക്കാൻ ഒരുങ്ങിയതല്ലേ. ആ ജീവിതം എനിക്ക് തരാവോ? ഞാൻ പൊന്നുപോലെ കാത്തു സൂക്ഷിച്ചോളാം എന്ന് വിനീത് ഗംഗയോട് പറയണം കേട്ടോ. അപ്പം വിനീതിൻ്റെ ആ സംസാരം കേൾക്കുമ്പം ഗംഗയുടെ കണ്ണുകൾ നിറയാം. രണ്ടുപേരും സന്തോഷത്തോടെ നിൽക്കുക. അപ്പം ഇതെല്ലാം കണ്ട് നമ്മുടെ കാവേരി തൊട്ടടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ കാവേരി ആണെങ്കിൽ ഇതൊക്കെ കാണുമ്പോഴത്തേക്കും ആനന്ദ കണ്ണുനീര് കാരണം കാവേരിക്കും കാഴ്ച മങ്ങുന്ന പോലെ തോന്നുക. തൻ്റെ ചേച്ചിയുടെ കല്യാണം ഇന്ന് നടക്കുമല്ലോ. താനും തൻ്റെ വീട്ടിലുള്ളവരും ആഗ്രഹിച്ച പോലെ തന്നെ തൻ്റെ ചേച്ചി സുമംഗലിയാകും. ആരുടെ മുന്നിൽ അപമാനിക്കപ്പെടത്തില്ല എന്ന് കാവേരിയുടെ മനസ്സിൽ ആശ്വാസമുണ്ട് ഉണ്ടാവുകയാണ് കേട്ടോ. അപ്പോൾ കാവേരിയെ പെട്ടെന്നാണ് രണ്ടുപേരും ശ്രദ്ധിക്കുന്നത്. അതെ, ഞാനിവിടെ നിൽക്കുന്നുണ്ട്, റൊമാൻസ് ഒക്കെ പിന്നെ ആകാം, ആദ്യം കല്യാണം. അമ്പലത്തിൽ എല്ലാവരും നിങ്ങളെ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരിക്കും എന്ന് പറയാം. ഗംഗേച്ചി വന്ന് വണ്ടി കയറിക്കേ എന്ന് പറയട്ടോ. അങ്ങനെ വിനീതിൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ട് അവർ വന്ന വണ്ടിയിലേക്ക് കയറുക. നമ്മുടെ നിവിൻ്റെ വണ്ടിയിലാണ് കേട്ടോ കാവേരിയൊക്കെ വരുന്നത്. എന്നിട്ട് നേരെ അവർ അമ്പലത്തിലേക്ക് പോകാനായിട്ട് തുടങ്ങാം. ഇതേ സമയം കല്യാണമൊക്കെ മുടങ്ങിയ സന്തോഷത്തിൽ ജയബാലൻ അമ്പലത്തിൽ തന്നെയുണ്ട്. അപ്പം രാധമ്മയും ശാരദയും ഇരിക്കുന്നിടത്തേക്ക് ചെല്ലുക. അല്ല, നിങ്ങൾ ഇതുവരെയും പോകാറായില്ലേ? ദേ തള്ളെ, മക്കളെയൊക്കെ വിളിച്ചോണ്ടേ പെട്ടെന്ന് ഇവിടെ നിന്ന് അങ്ങോട്ട് പോകാൻ നോക്ക്. കല്യാണമൊന്നും ഇനി നടക്കില്ല. ഈ നാട്ടുകാരുടെ സമയം വെറുതെ എന്തിനാ കളയുന്നത്? ഒന്നാമത് ഈ തോട്ടത്തിലൊക്കെ പണിയെടുക്കുന്ന തൊഴിലാളികളാണ്. അവരിപ്പോൾ പണിക്ക് കയറുവാണെങ്കിൽ ഇന്നത്തെ അവരുടെ പണിക്കൂലിയെങ്കിലും കിട്ടും. വെറുതെ ഇവിടെ കല്യാണം നടക്കുമെന്ന് കരുതി നിന്ന് കഴിഞ്ഞാൽ കാല് കഴിക്കുന്നതായിരിക്കും മിച്ചം എന്ന് പറയും കേട്ടോ. അത് കേൾക്കുമ്പോൾ രാധവൻ പറയും, എടാ നിന്നോട് ദൈവം ചോദിക്കുവാടാ, ഞാൻ എൻ്റെ അരവിന്ദൻ്റെ സ്ഥാനത്ത് കണ്ട് സ്നേഹിച്ചതാ നിന്നെപ്പോലൊരു നെറുകെട്ടവനെ. അതിനുള്ളതാ ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ദൈവം എന്നൊരു ശക്തി ഇവിടെ ഉണ്ടെങ്കിൽ നീ അനുഭവിക്കൂടാ. ഞാനാ പറയുന്നത്, നെഞ്ചുരുകിയുള്ള ഒരമ്മയുടെ വാക്കുകളാ ഇത് എന്ന് പറയും. ഓ ആയിക്കോട്ടെ, ഞാൻ അനുഭവിച്ചോളാം. എന്തായാലും ഈ കല്യാണം ഒരിക്കലും നടക്കാൻ പോകുന്നില്ലല്ലോ. വെറുതെ ഇവിടെ ഇരുന്ന് കാല് കഴിക്കാതെ എഴുന്നേറ്റ് പോകാൻ നോക്ക്, മറ്റുള്ളവരെ കൂടി ബുദ്ധിമുട്ടിക്കാനായിട്ട് എന്ന് പറയാൻ കേട്ടോ. അപ്പോൾ ഇതെല്ലാം കേൾക്കുമ്പം ശാരദയുടെ നെഞ്ചു വിങ്ങാണ്. അപ്പോൾ മറുപടി ഒന്നും പറയാതെ ശാരദ നിൽക്കാം. പെട്ടെന്ന് ഞാൻ പോവാം, എനിക്ക് വേറെയും പണിയുണ്ട് എന്ന് പറഞ്ഞ് ജയബാലൻ സന്തോഷത്തോടു കൂടി അവിടുന്ന് പോകാനായിട്ട് തൻ്റെ വണ്ടിയിലേക്ക് കയറി വണ്ടി എടുക്കുകയാണ്. പെട്ടെന്നാണ് ജയബാലൻ്റെ വണ്ടിയുടെ മുന്നിലേക്ക് വന്ന് ഒരു താറങ്ങ് നിൽക്കുന്നത്. ഏതവനാടാ വണ്ടി കൊണ്ട് മുന്നിൽ നിർത്തുന്നത്? സൈഡിൽ കൂടി പോകാനൊന്നും നിനക്ക് അറിയില്ലേ എന്ന് ചോദിക്കാനേ. പെട്ടെന്ന് നമ്മുടെ കാവേരി സ്ലോ മോഷനിൽ വണ്ടിയിൽ നിന്ന് ഇറങ്ങുക. ഡാ അല്ല ഡി ഡി ഡിയാ എൻ്റെ ജയബാലൻ സാറേ. കാവേരി, ഓ നീ ആയിരുന്നോ? അല്ല, നിന്നെ കുറച്ച് സമയമായിട്ട് ഇവിടെ കാണുന്നില്ലല്ലോ. ചേച്ചിയുടെ കല്യാണം മുടങ്ങിയ അപമാനം കൊണ്ട് നാട് വിട്ടെന്നാണ് ഞാൻ കരുതിയത്. കാവേരിയെ 1-2 സീനിൽ കണ്ടില്ലെന്ന് കരുതി ജയബാലൻ സാർ അങ്ങനെ അങ്ങ് തെറ്റിദ്ധരിക്കാൻ പാടുണ്ടോ? ലേറ്റായിട്ട് വന്നാലും ലേറ്റസ്റ്റ് ആയിട്ട് വരുമെന്ന് കേട്ടിട്ടില്ലേ? അതാണ് ഈ കാവേരി. കല്യാണം മുടങ്ങുന്ന സ്വപ്നം കണ്ട് ജയബാലേട്ടൻ ഇവിടെ കുറേ വെള്ളം കോരിന്ന് ഞാൻ അറിഞ്ഞായിരുന്നു. ഈ നാട്ടുകാരുടെയും എൻ്റെ പാവം പിടിച്ച അമ്മയുടെയും ബന്ധുക്കളുടെയൊക്കെ മുന്നിൽ കിടന്ന് കുറേ വായിട്ട് അലച്ചതല്ലേ. സാരമില്ല, കുറച്ച് സന്തോഷിച്ചതല്ലേ. അതിനുള്ള ഫലം ഇപ്പം തന്നെ ഞാൻ തിരിച്ചു തരാം. അങ്ങനെ ഇപ്പൊ കല്യാണം മുടങ്ങുമെന്ന് ജയബാലൻ സാറ് ചിന്തിക്കാൻ പാടുണ്ടോ? എൻ്റെ ഗംഗേച്ചിയുടെയും വിനീതേട്ടൻ്റെയും കല്യാണമേ ഇന്ന് തന്നെ നടക്കും. ജയബാലൻ സാറ് അങ്ങനെ അങ്ങ് പോയാലോ? കല്യാണമൊക്കെ കണ്ട് വധുവിനെയും വരനെയും അനുഗ്രഹിച്ചിട്ട് പോയാൽ മതി. നീ ആരുടെ കല്യാണക്കാരെയോ പറയുന്നേ? നിന്റെ ചേച്ചി ഗംഗയുടെ കല്യാണം നടന്നത് തന്നെ. അത്രയ്ക്ക് ധൈര്യശാലിയാണ്, നീ ഒന്ന് നടത്തി കാണിക്കടി എന്ന് കാവേരിയെ വെല്ലുവിളിക്കാം. അയ്യോ ജയബാലൻ എന്നെ ഇങ്ങനെ വെല്ലുവിളിക്കല്ലേ, ഞാനങ്ങ് പേടിച്ചു പോകും. എൻ്റെ ഗംഗേച്ചിയുടെ കല്യാണം നടത്തണമെന്ന് ഞാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അത് നടത്തുക തന്നെ ചെയ്യും. ദേ, എൻ്റെ അച്ഛനെ കണ്ട കണ്ണുകൊണ്ട് ഈ കാവേരി നിങ്ങൾ വിലയിരുത്തരുതേ, കുറച്ച് കഷ്ടപ്പെടും. എൻ്റെ അച്ഛനൊരു നിഷ്കളങ്കന, അതുകൊണ്ടാണ് തന്നെയൊക്കെ കണ്ണും പൂട്ടി വിശ്വസിച്ചത്. ആ ഗതികേട് ഈ കാവേരി എന്തായാലും ചെയ്യില്ല. തന്നെ എനിക്ക് അല്പം പോലും വിശ്വാസമില്ലെന്നല്ല, ഇനി തൻ്റെ പാതയിൽ ഒരു തടസ്സമായിട്ട് ഈ കാവേരി ഉണ്ടാകും. നിന്ന് പ്രസംഗിക്കാതെ പോടി എന്ന് അപ്പം ജയബാലൻ പറയണം കേട്ടോ. പെട്ടെന്നാണ് നമ്മുടെ വിനീതും ഗംഗയും കൂടി വണ്ടിയിൽ നിന്ന് ഇറങ്ങി വരുന്നത് ജയബാലൻ കാണുന്നത്. ഇത് കാണുമ്പോൾ ഞെട്ടി നിൽക്കുക. എങ്ങനെയുണ്ട് ജയബാലൻ സാറിന് ഞാനൊരിക്കൽ ഈ സമ്മാനം?
ഇങ്ങനൊരു ട്വിസ്റ്റ് പ്രതീക്ഷിച്ചില്ലായിരിക്കും അല്ലേ എന്ന് ചോദിക്കുക. പെട്ടെന്ന് ആ വണ്ടിയിൽ നിന്ന് ഒരു പൂജാരി കൂടി ഇറങ്ങുക. താനെന്തോ മനുഷ്യനാടോ, ആശുപത്രിയിൽ ICUയിൽ കിടക്കുക ചെറുക്കനെന്ന് പറഞ്ഞിട്ട് ഈ നിൽക്കുന്നത് പിന്നെ ആരാ? ജീവനോടിരിക്കുന്ന വ്യക്തിയെ പറ്റി മരിച്ചൊന്നും സീരിയസ് ആണെന്നും ഒക്കെ പറയാം. ദൈവം ക്ഷമിക്കല തന്നോട്, തൻ്റെയൊക്കെ പുഴുത്ത നാവേ പിടിതെറിയുക വേണ്ടത്. എന്നിട്ട് കുറച്ച് പൈസ എടുത്ത് അയാൾ ജയപാലൻ്റെ കയ്യിലേക്ക് കൊടുക്കുക. ഈ കാശേ എൻ്റെ കൈ പിടിച്ചാലേ എൻ്റെ കൈ അറയ്ക്കും. തന്നെ പോലെ ഉള്ള നെറുകെട്ടവന്മാരാ ഈ ലോകത്തിൻ്റെ തന്നെ ശാപം എന്ന് പറയാം. എന്നിട്ട് പൂജാരി അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. അടി കിട്ടിയ പോലെ ജയപാലൻ അവിടെ നിൽക്കുക. ഇങ്ങനൊന്നും അയാൾ പ്രതീക്ഷിച്ചിരുന്നില്ല. എന്താ ജയപാലൻ സാർ ആകെ പേടിച്ചു പോയി കാണുമല്ലേ എന്ന് ചോദിക്കാം. അപ്പോൾ ഇതെല്ലാം കണ്ടും കേട്ടും നാട്ടുകാരും ബന്ധുക്കളും എല്ലാവരും ചുറ്റുമുണ്ട്. ഗംഗയും വിനീതനും കാണുമ്പം എല്ലാവരും വിളിക്കുകയാണ് കേട്ടോ. ജയപാലനെ കൂകുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ സാമ്പിളാ ജയപാലൻ സാറേ, തുടങ്ങിയിട്ടേ ഉള്ളൂ. എൻ്റെ അച്ഛനെ പറ്റിച്ച് താൻ കുറേ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അതൊക്കെ തൻ്റെ കയ്യിൽ നിന്നും തിരിച്ചോരോന്നായിട്ട് ഈ കാവേരി പിടിക്കും. അതുമാത്രമല്ല, താൻ ഈ നാട്ടിൽ കിടന്ന നല്ലവനായ ഉണ്ണി കളിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നൊക്കെ എനിക്ക് വ്യക്തമായിട്ടറിയാം. ഒരു MLA സ്ഥാനം അല്ലെങ്കിൽ ഒരു MP സ്ഥാനം, ഇതൊക്കെയല്ലേ തൻ്റെ സ്വപ്നം. ഈ നാട്ടിൽ നിന്ന് താൻ ഒരിക്കലും ഇലക്ഷനിൽ നിന്ന് ജയിക്കാൻ പോകുന്നില്ല. ഈ നാട്ടുകാർ തന്നെ തൻ്റെ മുഖത്ത് കല്ലെറിയും. അതിനുള്ള സാമ്പിളാ ഇപ്പൊ തുടങ്ങിയിരിക്കുന്നത്. തൻ്റെ ശരിക്കുള്ള മുഖം ഓരോന്നോരോന്നായിട്ട് ഓരോരുത്തരുടെ മുന്നിലും ഈ കാവേരി തെളിയിക്കും. താനിനി എങ്ങോട്ടൊക്കെ പോകുന്നോ അവിടെയൊക്കെ തടസ്സമായിട്ട് ഈ കാവേരി ഉണ്ടാകും. തൻ്റെ നാശം കണ്ടിട്ടേ ഞാൻ അടങ്ങുള്ളൂ എന്ന് പറയാൻ കേട്ടോ. ആയിക്കോട്ടെ എന്ന് അപ്പം വെച്ചിട്ടാണേലും കാവേരിയുടെ ജയപാലനും പറയാം. ഓ ആയിക്കോട്ടെ, ഇത് ജയപാലൻ സാറിൻ്റെ ആദ്യത്തെ പരാജയം. ഇതിൽ നിന്ന് ഓരോന്നായിട്ട് തുടങ്ങുക. ഒന്നൊന്നായിട്ട് കയ്യിൽ നിന്ന് പയ്യെ പോകുന്നത് കൺകുളിർക്ക് കാണാൻ അവസരം ഞാൻ ഉണ്ടാക്കി തരാം. അതിനുള്ള പണികൾ ഞാൻ തുടങ്ങി കഴിഞ്ഞടോ എന്ന് പറയാണ് കേട്ടോ. അപ്പം ജയപാലന് കാവേരിയുടെ വാക്കുകളൊക്കെ കേൾക്കുമ്പം പേടിയാകുന്നുണ്ട്. മറ്റൊന്നും കൊണ്ടല്ല, അരവിന്ദിൻ്റെ മറ്റു മക്കളെ പോലല്ല കാവേരി. അവൾ എന്തെങ്കിലും തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ തൻ്റെ അടിവേര് ഇളക്കിക്കൊണ്ടേ പോകുള്ളെന്ന് ജയപാലന് ഭയം ആകുന്നുണ്ട് കേട്ടോ. അയാൾ അവിടെ നിന്ന് തോറ്റ് തുന്നം പാടി ഇറങ്ങി പോവാ. പെട്ടെന്ന് നമ്മുടെ വിനീത് അങ്ങോട്ട് കയറി വരും. അയ്യോ ജയപാലൻ സാർ അങ്ങനെ പോകാതെ, തന്നെ ശരിക്കും ഒന്ന് കാണുന്നുണ്ട് താൻ. എൻ്റെ പെണ്ണിനെയും കുടുംബത്തെയും താൻ കുറേ കണ്ണുനീര് കുടിപ്പിച്ചതല്ലേ, നമുക്ക് ശരിക്കും ഒന്നും കാണാം. ഇനി അവിടെയുള്ള ഓരോരുത്തർക്കും മുന്നിൽ ഒരു കാവലാളായിട്ട് ഈ ഞാനുണ്ടാകും. എന്നെ മറികടന്ന് വേണം താനിനി ആ കുടുംബത്തിൽ കയറാൻ. തൻ്റെ കാൽപാദം പോലും ആ മണ്ണിൽ ഇനി പതിക്കാൻ ഞാൻ സമ്മതിക്കില്ലടോ എന്നും പറഞ്ഞ് വിനീതും അവിടെ അങ്ങോട്ട് പോവാണ് കേട്ടോ. അങ്ങനെ ജയപാലൻ അപമാനിക്കപ്പെട്ട് അവിടുന്ന് വണ്ടി എടുത്ത് അങ്ങോട്ട് പോവാണ്. അപ്പം വിനീതനും ഗംഗയെ ഒരുമിച്ച് കാണുമ്പം രാധമ്മയും ശാരദയെ ഓടി വരിക. മക്കളെ നീ വന്നോടാ. അപ്പം രാധമ്മ ചോദിക്കും, എന്താടാ ഉണ്ടായത്? സുജാത നിന്നെ വിട്ടില്ലേടാ എന്ന് ചോദിക്കുക. അമ്മുമ്മേ അതൊക്കെ പിന്നെ സംസാരിക്കാം, മുഹൂർത്തം കഴിയാറായി. അപ്പം പൂജാരി പെട്ടെന്ന് തന്നെ കല്യാണത്തിനുള്ള കാര്യങ്ങളൊക്കെ ഒരുക്കാണ് കേട്ടോ. വരനും വന്ന് നിന്നോളൂ എന്ന് പറയാം. ഗംഗ വളരെ സന്തോഷത്തോടു കൂടി തന്നെയാണ് കേട്ടോ നിൽക്കുന്നത്. താൻ ഒരിക്കൽ കൂടി അപമാനിക്കപ്പെട്ട് ഈ നാട്ടുകാരുടെയും വീട്ടുകാരുടെ മുന്നിൽ നിൽക്കേണ്ട അവസ്ഥ ഉണ്ടായില്ലല്ലോ. അതാണിപ്പോൾ തൽക്കാലം നമ്മുടെ ഗംഗയുടെ മനസ്സിൽ. വിനീതിനും ഇത് സ്വപ്ന സാക്ഷാത്കാരം തന്നെയാണ്. താൻ ജീവിതത്തിൽ ഒരു പെൺകുട്ടിയെ മാത്രമേ ആഗ്രഹിച്ചിട്ടുള്ളൂ. തനിക്ക് അവളെ മാത്രമേ കൂടെ സഖിയായിട്ട് കൂട്ടാനും സാധിക്കുള്ളൂ. ഇന്ന് തനിക്ക് അവളെ കിട്ടുവാണെന്ന നിർവൃതിയാണ് നമ്മുടെ വിനീതിനും. അങ്ങനെ പൂജാരി പറയാണ്, രണ്ടുപേരും വരണമാര്യം പരസ്പരം ചാർത്തിക്കൊള്ളൂന്ന്. അങ്ങനെ തുളസി രണ്ടുപേരും പരസ്പരം അണയിക്കുകയാണ് കേട്ടോ. അതിനുശേഷം താലി കെട്ടുകയാണ്. നമ്മുടെ വിനീത് താലി കെട്ടി ഗംഗയെ എന്നേക്കുമായിട്ട് തൻ്റെ സ്വന്തമാക്കി തീർക്കുകയാണ്, തൻ്റെ സഖിയാക്കി മാറ്റിയിരിക്കുകയാണ് കേട്ടോ. അതിനുശേഷം സിന്ദൂരം തൊടുകയും പിന്നീട് രണ്ടുപേരും പരസ്പരം മോതിരം അണയ്ക്കുകയും ഒക്കെ ചെയ്യും. അപ്പോൾ ഇതെല്ലാം കണ്ട് ശാരദയും നമ്മുടെ കാവേരിയും യമുനയും നിളയൊക്കെ നിർവൃതിയോടെ നിൽക്കുക. രാധമ്മയ്ക്കും ഒരുപാട് സന്തോഷമായി. താൻ ഒരുപാട് ആഗ്രഹിച്ച തൻ്റെ കൊച്ചുമോൻ്റെയും കൊച്ചുമോളുടെയും കല്യാണം തൻ്റെ മുന്നിൽ തന്നെ നടന്നല്ലോ. ദൈവം കുറേയേറെ പരീക്ഷിച്ചെങ്കിലും ഒരു അപകടവും കൂടാതെ കല്യാണം ശുഭമായിട്ട് നടന്നല്ലോ എന്ന് ചിന്തിക്കുകയാണേ. ഇതേ സമയം സുജാതയെ കോൾ ചെയ്ത് പറയാൻ കേട്ടോ ജയപാലൻ. അതെ, വിനീതിൻ്റെ കല്യാണമൊക്കെ കഴിഞ്ഞു എന്ന്. അത് കേൾക്കുമ്പോൾ സുജാത ഞെട്ടിത്തരിച്ച് നിൽക്കുക. എന്താമ്മേ, എന്താ കാര്യം? ആ ജയപാലനെ വിളിച്ചത് വിനീത് ഗംഗയെ കല്യാണം കഴിച്ചെന്നൊക്കെ അയാൾ പറയുന്നു. ഓ, അയാൾ പറയുന്നതൊന്നും കാര്യമാക്കണ്ട. നമ്മൾ ഇപ്പം കൂടി പോയി നോക്കിയതല്ലേ, അവിടെ വിനീത് ഇരിപ്പുണ്ടല്ലോ. പിന്നെന്താ, രണ്ട് വിനീത് വരുമോ? അയാൾ അമ്മയെ പേടിപ്പിക്കാനായിട്ട് പറയുന്നതാ. അയാളുടെ സ്വഭാവം നമുക്കറിയാവുന്നതല്ലേ എന്ന് ചോദിക്കാം. എങ്കിലും അമ്മ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നേ? നമുക്ക് വേണമെങ്കിൽ വാതിൽ തുറന്ന് നോക്കിയാൽ പോരെ, വിനീത് അവിടെ ഉണ്ടോ എന്നറിയാലോ എന്ന് പറയാം. ആ അത് ശരിയാ, നമ്മൾ മുമ്പേ
മുമ്പേ കീ ഹോളിൽ കൂടെ അല്ലേ നോക്കിയത്, വാതിൽ തുറന്ന് നോക്കാം എന്ന് പറഞ്ഞ് രണ്ടുപേരും കൂടി ചെന്ന് വാതിൽ തുറന്ന് നോക്കാട്ടോ, ഗീതയും സുജാതയും കൂടി. അപ്പം പെട്ടെന്ന് ഇവിടെ ഇരിപ്പുണ്ടല്ലോ അമ്മേ വിനീത് എന്ന് സുജാതയോട് ഗീത പറയാ. അതെ, വിനീത് ഇവിടെ ഇരിപ്പുണ്ട് എന്നും പറഞ്ഞ് നിവിൻ അങ്ങോട്ട് തിരിയാണ് കേട്ടോ. വിനീതിൻ്റെ ഷർട്ടും മുണ്ടും ഇട്ടുകൊണ്ട് നിവിനാണ് അവിടെ ഇരുന്നത്. അപ്പം തിരിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ മുഖം കാണാത്തത് കൊണ്ട് അതാരാണെന്ന് അവർക്ക് വ്യക്തമായതും ഇല്ല. കീ ഹോളിൽ കൂടെ ആണല്ലോ നോക്കിയത്. എടാ എൻ്റെ മോൻ വിനീത് എവിടെടാ എന്നും ചോദിച്ചുകൊണ്ട് സുജാത അങ്ങോട്ട് വരിക. അതോ, വിനീത് ഇപ്പം ഗംഗയെ കല്യാണമൊക്കെ കഴിച്ച് അവിടെ സന്തോഷത്തോടെ നിൽപ്പുണ്ടാവും. അവൻ്റെ ചേച്ചിയും അമ്മയും അവൻ്റെ ജീവിതം തൊലയ്ക്കാനൊക്കെ ശ്രമിച്ചെന്നും കരുതി അവനങ്ങനെ തോറ്റു കൊടുക്കാൻ പറ്റുമോ? എടാ, നീ അവൻ്റെ കൂടെ നടന്ന് അവൻ്റെ ജീവിതം നശിക്കാൻ തന്നെ കാരണമായില്ലേടാ എന്ന് സുജാത അപ്പം ചോദിക്കോ. ഓ, എങ്ങനെ എന്തൊക്കെയാ പറയുന്നേ? ഈ പ്രസംഗമൊക്കെ അങ്ങ് വിനീതിൻ്റെ അടുത്ത് നടക്കും. പക്ഷേ ഈ നിവിൻ്റെ അടുത്ത് ഈ വക നാടക ഡയലോഗുമായിട്ട് വന്നാലേ മറുപടി നിങ്ങൾ കേൾക്കും. നിങ്ങളോട് എനിക്കൊരു ബഹുമാനം ഉണ്ടായിരുന്നു, നിവിൻ്റെ അമ്മ എന്നുള്ള ബഹുമാനം. ആ സ്ഥാനത്തെ നിങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിനൊന്നും നിങ്ങൾ അർഹയല്ല എന്ന് മനസ്സിലായി. സ്വന്തം നേട്ടത്തിന് വേണ്ടി മക്കളുടെ വേദന കാണുന്നതും സന്തോഷമായി കാണുന്ന ഒരു സ്ത്രീയാണ് നിങ്ങൾ എന്ന് അവരോട് പറയണം കേട്ടോ. എൻ്റെ അനിയൻ എവിടെടാ എന്നാ ചോദിക്കുന്നത്. അനിയനോ? അനിയൻ്റെ ഈ ഹോളിൽ കൂടെ എന്നും പറഞ്ഞാൽ ഓടിളകിയത് കാണിക്കുക. ഇതിലൂടെ കാവേരിയുടെ കൂടെ ഇപ്പം ഇറങ്ങി പോയിട്ടുണ്ടെന്ന് മാത്രമല്ല ഗംഗ ഇപ്പം കല്യാണം കഴിച്ചിട്ടും ഉണ്ടാകും. എന്തേ, ഇതൊന്നും അല്ലല്ലേ അമ്മയും ചേച്ചി ആഗ്രഹിച്ചത്? എന്ത് ചെയ്യാനാ, എനിക്ക് എൻ്റെ കൂട്ടുകാരൻ്റെ സങ്കടം കാണാൻ പറ്റുമോ? ഒരു പെൺകുട്ടിയുടെ ജീവിതം തകരുന്ന കാര്യമല്ലേ, ഞാനതിന് കൂട്ടു നിൽക്കുമോ എന്ന് ചോദിക്കാൻ കേട്ടോ. അപ്പം വിനീതിൻ്റെ മനസ്സിലേക്ക് അവർ കടന്നു വന്നതും വിനീത് ഞാൻ വരില്ലടാ എന്ന് പറഞ്ഞ കാര്യങ്ങളും ഒക്കെ മനസ്സിലേക്ക് കടന്നു വരികയാണ് കേട്ടോ. അപ്പം എന്താടാ, നീ എന്താ അവളെ ചതിക്കാണോ എന്ന് ചോദിച്ചുകൊണ്ട് നിവിനാണെങ്കിൽ വിനീതിൻ്റെ ഷർട്ടിന് കുത്തിപ്പിടിക്കുന്നതും, അതല്ലടാ എന്നെ ഇവിടുന്ന് പോകാൻ അമ്മയും ചേച്ചി സമ്മതിക്കില്ല, അവര് എപ്പോഴും പുറത്ത് തന്നെ കാവലുണ്ട്, കീ ഹോളിൽ കൂടി എന്നെ നോക്കിക്കൊണ്ടേ ഇരിക്കുന്നത് എന്ന് പറയാം. അമ്മ ആത്മഹത്യ ചെയ്യുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്, അതിന് വഴിയുണ്ട് വിനീതേട്ടാ എന്ന് കാവേരി പറഞ്ഞതും കാവേരി പറയും, നമുക്ക് ആൾമാറാട്ടം നടത്താം, ഇവിടെ ആരെങ്കിലും ഉണ്ടായാൽ പോരെ, തിരിഞ്ഞിരുന്നാൽ മതി, അപ്പം അപ്പച്ചിക്കൊട്ടും മനസ്സിലാകത്തുമില്ല എന്ന് കാവേരി പറഞ്ഞതൊക്കെ നിവിൻ്റെ മനസ്സിലൂടെ കടന്നു വരികയാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഈ കല്യാണം അങ്ങ് നടത്തി എന്ന് പറയാം. ഈ നിമിഷം ഇറങ്ങി പൊക്കോണം, എൻ്റെ മകൻ്റെ ജീവിതം നശിപ്പിച്ച നിന്നെ വെറുതെ വിടത്തില്ല ഞാൻ എന്ന് സുജിത പറയും. ഓ ആയിക്കോട്ടെ, വിനീതിനോട് പറയുന്ന ഈ ഡയലോഗൊന്നും എന്നോട് പറയരുതെന്ന് ഞാൻ ഒരിക്കൽ പറഞ്ഞു. വിനീതല്ല, ഇത് നിവിൻ. എന്നോട് കൂടുതൽ കളിക്കാൻ വന്നാലേ നിങ്ങളെ ഒന്നും ഞാൻ വെറുതെ വിടില്ല. എൻ്റെ സ്വഭാവം യഥാർത്ഥത്തിലുള്ളത് പുറത്തെടുപ്പിക്കരുത് തള്ളയും മോളും എന്ന് പറയാം. അമ്മ ചേച്ചി എന്നല്ലാതെ നിങ്ങളെ ഒന്നും ഞാൻ വിളിച്ചിട്ട് പോലുമില്ല, പക്ഷെ ആ വിളിക്കൊന്നും നിങ്ങൾ അർഹരല്ല എന്ന് പറയണം. അത് കേൾക്കുമ്പം സുജാതയും ഗീതയും ഒന്ന് പേടിക്കുകയാണ് കേട്ടോ. കാരണം വിനീതിനെ പോലെ ഒരു പാവം പിടിച്ചവനൊന്നും അല്ല നിവിന്. അതുമാത്രമല്ല എന്ത് ചെയ്യാനുള്ള ആൾബലവും സമ്പത്തും ഒക്കെയുള്ള ആളാണല്ലോ നമ്മുടെ നിവിൻ. അതുകൊണ്ട് തന്നെ ഭയന്ന് നിൽക്കുക, നിന്നെ കണ്ട് പേടിച്ചിട്ടൊന്നും അല്ല ഞങ്ങൾ മിണ്ടാതെ നിൽക്കുന്നേ എന്ന് ഗീത പറയാം. ഓ ആയിക്കോട്ടെ, ഞാനെന്തായാലും കല്യാണം നടക്കുന്നിടത്തേക്കാണ് പോകുന്നത്. കല്യാണമൊക്കെ ഇപ്പം കഴിഞ്ഞെങ്കിൽ പോലും സദ്യ കഴിക്കാലോ, ചേച്ചിയും അമ്മയും എൻ്റെ കൂടെ പോരെ, ഒന്നുമല്ലേലും ഒരേ ഒരു മോൻ്റെയും ആങ്ങളുടെയൊക്കെ കല്യാണമല്ലേ, ഒന്ന് കാണുന്നെന്ന് കരുതി അവനും സന്തോഷമാകും. എന്താ വരുന്നുണ്ടോ എന്ന് ചോദിക്കാം. ആ കല്യാണത്തിൻ്റെ സദ്യ കഴിച്ചാലേ എനിക്ക് ദഹിക്കത്തില്ലടാ എന്ന് അപ്പം സുജാത പറയാം. എൻ്റെ മോക്കൻ എന്നെ ചതിച്ചിട്ട് പോയിട്ടുണ്ടെങ്കിൽ അങ്ങനൊരു മകൻ എനിക്കിനി ഇല്ല എന്ന് അവിടെ നിന്ന് പറയണം കേട്ടോ. ഇതേ സമയം കല്യാണമൊക്കെ കഴിഞ്ഞ് എല്ലാവരും സന്തോഷത്തോടെ ഇങ്ങനെ നിൽക്കുക. അപ്പം നമ്മുടെ വിനീത് മനസ്സിൽ പറയും, ഗംഗെ എനിക്കറിയാം നിന്റെ ഭർത്താവിൻ്റെ സ്ഥാനത്ത് എന്നെ നീ ഒരിക്കലും കണ്ടിട്ടില്ലെന്ന്, നിനക്ക് ഒരുപാട് ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നുവെന്ന് വ്യക്തമായിട്ട് എനിക്കറിയാം. പക്ഷേ എനിക്ക് ൊന്നും ഉയരാൻ സാധിച്ചില്ലെങ്കിലും നിന്റെ സ്വപ്നങ്ങളിലെ ഭർത്താവായി മാറാൻ എൻ്റെ ഭാഗത്തു നിന്ന് എന്ത് ശ്രമവും നടക്കും. കാരണം ഒരുപാട് ഞാൻ ആഗ്രഹിച്ച നിമിഷമാണ് ഈ കല്യാണം. നിന്നെ നഷ്ടപ്പെട്ടിട്ടൊരു ജീവിതം എനിക്കൊട്ടുണ്ടാവുകയുമില്ല. മറ്റൊരു പെൺകുട്ടിയുടെ കഴുത്തിൽ താലി കെട്ടാൻ ഈ വിനീതിന് ഒരിക്കലും സാധിക്കില്ല എന്ന് വിനീത് മനസ്സിൽ പറയണം കേട്ടോ. ഗംഗയും ഇങ്ങനെ ആത്മനിർവൃത്തിയോടെ നിൽക്കുകയാണ്. കല്യാണം മുടങ്ങിയില്ല എന്നൊരു സന്തോഷമേ നമ്മുടെ ഗംഗയ്ക്കുള്ളൂ. അങ്ങനെ അവരെല്ലാവരും അമ്പലനടയിൽ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ. പെട്ടെന്ന് ഒരു സുജാതയും ഗീതയും കൂടി അവിടേക്ക് വരിക. അതോടുകൂടി ഇന്നത്തെ എപ്പിസോഡും അവസാനിക്കുകയാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വിശേഷം. വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസ് വഴി എന്നെ അറിയിക്കാനും